ഇത്തരത്തിൽ തൻ്റെ പാസ്പോർട്ടും വിസയും അടക്കമുള്ള രേഖകളെല്ലാം ഈ തലാൽ പിടിച്ചു വാങ്ങുകയും താൻ ഉണ്ടാക്കുന്ന വരുമാനം അത്രയും കൈക്കലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തലാലിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമെന്ന നിലയ്ക്കാണ് ഒരാളുടെ അതായത് തലാലിനെതിരെ നിമിഷപ്രിയ ഒരു കേസ് കൊടുത്ത് തലാൽ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിരുന്നു. അപ്പോൾ നിമിഷപ്രിയയോടുള്ള അനുകമ്പ ഉള്ള ഒരു ജയിൽ ഉദ്യോഗസ്ഥനാണ് തലാലിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധരഹിതനാക്കിയ ശേഷം രേഖകളുമായി കടന്നു കളയൂ എന്ന തരത്തിലുള്ള ഒരു ഉപദേശം കൊടുത്തത്. ഈ ഉപദേശം സ്വീകരിച്ച നിമിഷപ്രിയ കെറ്റമിൻ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് തലാലിനെ കുത്തിവെച്ചു. അത് ഓവർഡോസായി പോയി. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പിന്നീട് നിമിഷപ്രിയ അവരുടെ സുഹൃത്ത് ഹനാൻ എന്ന പേരിലുള്ള യമൻ സ്വദേശി തന്നെയായിട്ടുള്ള ഒരു വനിതാ സുഹൃത്തിനെ ഈ കാര്യം, അവർ നേഴ്സ് കൂടിയാണ്, അവരെ ഈ കാര്യം അറിയിച്ചപ്പോൾ ഈ ഹനാനാണ് ഈ തലാലിൻ്റെ മൃതദേഹം വെട്ടിനുറുക്കി 110 കഷ്ണങ്ങളാക്കി പാക്കറ്റുകളിലാക്കി അവർ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിലെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കാൻ സഹായിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം.